ഐഫോണിന്റെ സെറ്റിംഗ്സിൽ നമ്മൾ വരുത്തുന്ന ഒരു 5-8 മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. യൂസർ എക്സ്പീരിയൻസും ഇംപ്രൂവ് ചെയ്യാം, നമ്മുടെ പ്രൈവസി സെക്യൂരിറ്റി ഇതും ഇംപ്രൂവ് ചെയ്യാം. ഇതിനൊക്കെ ഐഫോണിൽ ഒരു 8 സെറ്റിംഗ്സ് മാറ്റം വരുത്തേണ്ടതുണ്ട്. എന്തൊക്കെയാണെന്നല്ലേ? നമ്പർ 1, വോയിസ് മെമ്മോ. നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്, എല്ലാവർക്കും അറിയാം. ഓഡിയോ റെക്കോർഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അതിന്റെ ക്വാളിറ്റി വളരെ മോശമാണ്. സെറ്റിംഗ്സിൽ വോയിസ് മെമ്മോയിൽ ഓഡിയോ ക്വാളിറ്റി എന്ന സെക്ഷനിൽ ചേഞ്ച് ചെയ്ത് ലോസ്ലെസ് ആക്കി കഴിഞ്ഞാൽ ബെസ്റ്റ് ക്വാളിറ്റി ഓഡിയോ നമുക്ക് ഐഫോണിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഐഫോണിന്റെ മൈക്കിന്റെ മാക്സിമം ക്വാളിറ്റിയിൽ തന്നെ കിട്ടും. നമ്പർ 2, ബാറ്ററിയിലുള്ള ക്ലീൻ എനർജി ചാർജിങ്. നമുക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. സെറ്റിംഗ്സിൽ ബാറ്ററി ഹെൽത്ത് ആൻഡ് ചാർജിങ് എന്ന സെക്ഷനിൽ ക്ലീൻ എനർജി ചാർജിങ് ഇത് എനേബിൾ ചെയ്ത് വെക്കുക. ഇത് എനേബിൾ ചെയ്ത് വെച്ചാൽ നമുക്ക് ചാർജിങ് ഇലക്ട്രിസിറ്റി നമ്മുടെ ഇവിടുത്തെ ഒരു സിറ്റുവേഷനൊക്കെ അനുസരിച്ച് ക്ലീൻ എനർജി കാർബൺ ഫുട് പ്രിന്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ ക്ലീൻ എനർജി കിട്ടുന്ന സമയത്ത് മാത്രം ചാർജ് ചെയ്യുന്ന രീതിയിൽ ഒപ്റ്റിമൈസ്ഡ് ചാർജിങ്ങുമാർ ചേർന്ന് വർക്ക് ചെയ്ത് കുറേ കൂടി നല്ല രീതിയിലുള്ള ഒരു പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന തരത്തിൽ, അതേപോലെ തന്നെ ബാറ്ററി ഹെൽത്തിനും നല്ല രീതിയിലുള്ള ഒരു ചാർജിങ് ആയിരിക്കും നടക്കുക. സോ ഇത് വേണമെങ്കിൽ എനേബിൾ ചെയ്യാം. പക്ഷേ ഇതിനൊരു പ്രശ്നം കൂടിയുണ്ട്, ചാർജിങ് പലപ്പോഴും സ്ലോ ആയിരിക്കും. സോ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ശല്യങ്ങൾ വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് രണ്ടും, ഒപ്റ്റിമൈസ്ഡ് ചാർജിങ്ങും ക്ലീൻ എനർജി ചാർജിങ്ങും രണ്ടും ഓഫ് ചെയ്ത് വെക്കുക. സോ ഫാസ്റ്റ് ആയിട്ട് ഫോൺ ചാർജ് ആവുകയും ചെയ്യും. സോ ഇതിൽ ഏതാണ് നിങ്ങളുടെ ഓപ്ഷൻ, അതിനനുസരിച്ച് ചൂസ് ചെയ്തോളൂ. ഡിറ്റക്ഷൻ എനേബിൾ ചെയ്യാം. അതായത് നമ്മൾ നോർമലി എല്ലായിടത്തും ടൈപ്പ് ചെയ്താണ് മെസ്സേജ് അയക്കുന്നത്. പക്ഷേ ടൈപ്പ് ചെയ്യേണ്ട, ഈസി ആയിട്ട് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്ത് കുത്തും കോമയും ക്വസ്റ്റ്യൻ മാർക്കും അടക്കം ഇട്ട് തരും നമുക്ക് ഈ ഡിറ്റക്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ കീബോർഡ്. സെറ്റിംഗ്സിൽ ജനറലിൽ കീബോർഡിൽ എനേബിൾ ഡിറ്റക്ഷൻ ആൻഡ് ഓഡിയോ പങ്ക്ച്വേഷൻ ഇത് രണ്ടും എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളിപ്പോൾ ഹായ് ഹലോ ഹൗ ആർ യു ഇങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് അടക്കം, അതൊരു ചോദ്യമല്ലേ, അപ്പോൾ അത് ക്വസ്റ്റ്യൻ മാർക്ക് അടക്കം ഇട്ടുകൊണ്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. സോ അടിപൊളിയായിട്ട് ഈ ഡിറ്റക്ഷൻ വർക്ക് ചെയ്യും. സോ ഉപയോഗിച്ച് തുടങ്ങുക ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ. ഇനി 4മതായിട്ട് റിപ്പീറ്റ് അലർട്ട്. വളരെ ശല്യമുള്ളൊരു കാര്യമാണ്. പലപ്പോഴും ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കിയില്ല എങ്കിൽ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ നോക്കണ്ടെന്ന് വിചാരിച്ച് വിട്ട് കളഞ്ഞതായിരിക്കും. പക്ഷേ എങ്കിലും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അത് ബെല്ലടിക്കും. ഇനിയിപ്പോൾ അത് അടിക്കുകയാണെങ്കിൽ ആ അലർട്ട് വീണ്ടും വരും. അപ്പോൾ അലർട്ട് വരികയാണെങ്കിൽ നമ്മൾ വീണ്ടും പുതിയ മെസ്സേജ് ആണോ പഴയതിൻ്റെ റിമൈൻഡർ ആണോ എന്ന് അറിയാതെ ഒരു കൺഫ്യൂഷൻ വരാറില്ലേ? സെറ്റിംഗ്സ് എടുക്കുക, നോട്ടിഫിക്കേഷൻ എടുക്കുക, മെസ്സേജിലേക്ക് വരിക, കസ്റ്റമൈസ് നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ വരിക, റിപ്പീറ്റ് അലർട്ട് അത് നിങ്ങൾക്ക് നെവർ കൊടുത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലോ സെറ്റ് ചെയ്യാം. ഞാൻ നെവറാണ് കൊടുത്തത്, വലിയ ശല്യമായിരുന്നു അത്. ഇനി ട്രാക്കിങ്ങുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചില സംവിധാനങ്ങൾ നമുക്ക് നോക്കാം. സെറ്റിംഗ്സിൽ പ്രൈവസിയിൽ ആപ്പിൾ അഡ്വർടൈസിങ് പേഴ്സണലൈസ്ഡ് ആഡ് ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പിൾ പരസ്യം തരാൻ വേണ്ടി നമ്മളെ ട്രാക്ക് ചെയ്യുന്ന ഒരു പരിപാടി അങ്ങ് അവസാനിപ്പിക്കും. സോ ഇത് ഉടനെ തന്നെ ഓഫ് ചെയ്യുക. ഇനി ആപ്പിൾ നമ്മുടെ പല കാര്യങ്ങളും നിരീക്ഷിക്കുന്നുണ്ട് അവരുടെ അനലിറ്റിക് ആൻഡ് ഇംപ്രൂവ്മെന്റ് എന്ന പേരിൽ. സെറ്റിംഗ്സിൽ പ്രൈവസിയിൽ അനലിറ്റിക് ആൻഡ് ഇംപ്രൂവ്മെന്റ് അതിൽ ഷെയർ ഐഫോൺ ആൻഡ് വാച്ച് അനലിറ്റിക്. വാച്ചിൻ്റെയും ഐഫോണിൻ്റെയും ഒക്കെ കുറേ എന്തെങ്കിലും ക്രാഷോ കാര്യങ്ങളൊക്കെ ഉണ്ടോ, അങ്ങനെ എന്തൊക്കെയുണ്ട് അതിൻ്റെ പെർഫോമൻസ്, അതിൻ്റെ ഡീറ്റെയിൽസ് ആപ്പിളുമായിട്ട് ഷെയർ ചെയ്യുന്ന പരിപാടി നിർത്തും. നിങ്ങൾ ഒരുപാട് സീരിയസ് ആയി ബിസിനസ്സൊക്കെ നിങ്ങളുടെ ഫോണുമായിട്ട് നടത്തുന്ന ആൾക്കാരാണെങ്കിൽ ഒരു തരത്തിലുള്ള ഇൻഫർമേഷനും ആപ്പിളുമായിട്ടോ ആരുമായിട്ടോ ഷെയർ ചെയ്യാതിരിക്കുന്നതന്നെയാണ് നല്ലത്. സോ അത്തരം ഘട്ടങ്ങളിൽ ഇതൊക്കെ വേണമെങ്കിൽ ഓഫ് ചെയ്യാം. ഇതേ സെക്ഷനിൽ തന്നെ ഷെയർ ഐക്ലൗഡ് അനലിറ്റിക് എന്നും കാണാം, ഇംപ്രൂവ് സിരി ഡിറ്റക്ഷൻ എന്നൊക്കെ കാണാം. ഇതെല്ലാം ഓഫ് ചെയ്യാം. സിരി ഡിറ്റക്ഷൻ ഇംപ്രൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിരിയോട് പറയുന്ന കാര്യങ്ങളൊക്കെ അവരും കൂടി ലിസൺ ചെയ്യും, അല്ലെങ്കിൽ അവർ കൂടി ശ്രദ്ധിച്ചുകൊണ്ട് ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. സോ അപ്പോൾ നമ്മൾ കൂടുതൽ സീരിയസ് ആയി ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത്തരം കാര്യങ്ങൾ സിരിയുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊന്നും ആരുമായിട്ടും ഷെയർ ചെയ്യേണ്ട, അതൊക്കെ ഓഫ് ചെയ്യുക. ഇനി ആപ്ലിക്കേഷനുകൾ, ഫോണിൽ വരുന്ന ആപ്ലിക്കേഷനുകൾ നമ്മൾ എപ്പോൾ ഇൻസ്റ്റാൾ ചെയ്താലും ആസ്ക് ആപ്പ് നോട്ട് ടു ട്രാക്ക് അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യാൻ അനുവദിക്കാം, ആ രീതിയിലുള്ള ഓപ്ഷനുകൾ വരാറുണ്ട്. ഇങ്ങനെ വരുമ്പോൾ എപ്പോഴും ഓരോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഈ ആസ്ക് ആപ്പ് നോട്ട് ടു ട്രാക്ക് എന്നും പറഞ്ഞുകൊണ്ട് നമ്മളിത് കൊടുക്കണം. എന്നാൽ ഇത് എപ്പോഴും കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സെറ്റിംഗ്സിൽ പ്രൈവസിയിൽ ട്രാക്കിംഗ് എന്ന സെക്ഷനിൽ ടേൺ ഓഫ് അലോ ആപ്പ് ടു റിക്വസ്റ്റ് എന്നുള്ള സംഭവം അങ്ങ് ഓഫ് ചെയ്യുക. അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനൊരു ചോദ്യം ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ വരില്ല. ഓട്ടോമാറ്റിക്കലി ആസ്ക് ആപ്പ് നോട്ട് ടു ട്രാക്ക് എന്ന് തന്നെ ആൻസർ ആയിട്ട് അവിടെ ഡിസേബിൾ ആയി കിടന്നോളും. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ലൊക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രൈവസി. നമ്മുടെ ലൊക്കേഷൻ എപ്പോഴും ആപ്പിൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സെറ്റിംഗ്സിൽ പ്രൈവസിയിൽ ലൊക്കേഷൻ സർവീസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ സിസ്റ്റം സർവീസ് ഒന്ന് കാണും. അതിൽ ടേൺ ഓഫ് ചെയ്യുക. എന്ത്? ലൊക്കേഷൻ ബേസ്ഡ് സജഷൻ. നമ്മൾ ഓരോ ലൊക്കേഷനിലും പോകുന്നതിനനുസരിച്ച് കൊണ്ട് ആ ലൊക്കേഷനിൽ നമ്മൾ പോയി എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ആപ്പിൾ ഓരോന്ന് റെക്കമെൻഡ് ചെയ്യുന്നത്. സോ നിങ്ങൾ പോകുന്ന ലൊക്കേഷൻ ആപ്പിൾ മനസ്സിലാക്കണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതങ്ങ് ഓഫ് ചെയ്യാം. ഇനി ഇതേ ആപ്പിൾ തന്നെ നമ്മുടെ ലൊക്കേഷനുകളിൽ പലതും നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് ഒഴിവാക്കാനും പണിയുണ്ട്. സെറ്റിംഗ്സിൽ പ്രൈവസിയിൽ ലൊക്കേഷൻ സർവീസിൽ നേരത്തെ പറഞ്ഞ അതേ സിസ്റ്റം സർവീസിൽ ടേൺ ഓഫ് ചെയ്യുക സിഗ്നിഫിക്കൻറ്റ് ലൊക്കേഷൻ. ഈ സംഭവം ഓഫ് ചെയ്താൽ നമ്മൾ പോകുന്ന പല ലൊക്കേഷനുകളും ആപ്പിൾ ട്രാക്ക് ചെയ്ത് റെക്കോർഡ് ചെയ്യില്ല. സോ അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെയും നമ്മളിൽ പലർക്കും അറിയാവുന്നതാണെങ്കിലും നമ്മൾ പലരും ചെയ്യാത്തതും എന്നാൽ പലർക്കും അറിയാത്തതുമായ പല ഹിഡൻ സെറ്റിംഗ്സുകളാണ്. ഇതെല്ലാം എനേബിൾ ചെയ്തും ഡിസേബിൾ ചെയ്തൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഐഫോണിൻ്റെ യൂസേജ് എന്ന് പറയുന്നത് കുറച്ചുകൂടി നെക്സ്റ്റ് ലെവലിൽ കുറച്ചുകൂടി സെക്യൂരിറ്റിയോടുകൂടി സേഫ്റ്റിയോടുകൂടി കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നേ. സോ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക.
പിന്നെ ഇതുപോലത്തെ കൂടുതൽ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. സോ ഇതിൻ്റെ ഒരു പാർട്ട് 2 പോലുള്ള വീഡിയോസൊക്കെ നമ്മൾ വീണ്ടും കൂടുതൽ ടിപ്സ് ആൻഡ് ട്രിക്സ് മീൻസ് ഹിഡൻ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യും. പിന്നെ ഇതുപോലത്തെ സംഭവം ആൻഡ്രോയിഡിൽ വേണം, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. വേണമെങ്കിൽ ആൻഡ്രോയിഡിൻ്റെയും ഇതുപോലത്തെ ഹിഡൻ സംഗതികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറയുന്ന ഒരു വീഡിയോ നമ്മൾ അടുത്ത ദിവസങ്ങളിലും ചെയ്യും. സോ അത്രയുമാണ് നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.